ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഡിസൈൻ ലൈക്ക് എൻ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഹൗ ടു പ്ലാൻ ലൈക്ക് എൻ ആർക്കിടെക്ട്. അതായത് ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് ഒരു ഭൂമിയുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന ബിൽഡിംഗ് ഉണ്ടാക്കണം, ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്കൂളോ ഒരു കിൻഡർഗാർട്ടനോ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു ക്ലയൻറ്റ് ഒരു ആർക്കിടെക്റ്റിനായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ആർക്കിടെക്റ്റ് തുടങ്ങുക, ഒരു സൈറ്റിനെ എങ്ങനെയാണ് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഒരു പ്ലാൻ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ബേസിക്കായ കാര്യങ്ങളാണെങ്കിൽ കൂടി അതൊരു ആർക്കിടെക്റ്റോ അതോ എഞ്ചിനീയറിനോ ഇടയിൽ നിൽക്കേണ്ട ഒരു സാധനമല്ല. അത് നിങ്ങളെപ്പോലെ സാധാരണക്കാർ ഒരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസാണ്, ചെറിയ ബേസിക്കായ കാര്യങ്ങളാണ് ഈ വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആർക്കിടെക്ട് ഫഹജിദ് ഓരോ ഡിസൈൻ സ്പേസിലെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ആർക്കിടെക്റ്റ് ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നോക്കുന്നത് സൈറ്റാണ്. അതായത് നമ്മൾ പറയുക സൈറ്റ് അനാലിസിസ് അല്ലെങ്കിൽ സൈറ്റ് സ്റ്റഡി എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ നോർത്ത് ഡിറക്ഷൻ എങ്ങോട്ടേക്കാണ്, അതുപോലെ തന്നെ സൺ പാത്ത് എങ്ങനെയാണ്, വിൻഡ് ഡയറക്ഷൻ എങ്ങനെയാണ്. നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ വിൻഡ് ഡയറക്ഷനും അതുപോലെ തന്നെ സൺ പാത്തും ഏകദേശം ഒരേതാണ്. അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് എങ്ങോട്ടാണെന്നുള്ളത് ആദ്യം നോക്കുന്ന ഒരു കാര്യം. അതുകൂടെ തന്നെ തൊട്ടടുത്തുള്ള റോഡുകൾ എത്ര വിടുത്തുള്ളതാണ്, അതുപോലെ ചുറ്റും എന്തൊക്കെയാണ്, അതായത് വലിയ മരങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടറി പോലത്തെ സ്ഥലങ്ങളാണോ, സ്കൂൾ പോലത്തെ സ്ഥലങ്ങളാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ്. ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ നമുക്ക് അറിയാം തൊട്ടടുത്തൊക്കെ വീടുകൾ മാത്രമാണെന്നുള്ളത്. ഇതുപോലെ തൊട്ടടുത്ത് ഫാക്ടറി ആണെങ്കിൽ സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് ആ ഭാഗത്തുനിന്നും, അതുപോലെ തന്നെ പൊടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പം ആ ഭാഗങ്ങളിൽ നമുക്ക് കുറച്ചൊരു ബ്രാഞ്ചസ് കൂടിയ തരത്തിലുള്ള ട്രീസോ പ്ലാന്റ്സോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ശബ്ദത്തിൽ നിന്നും അതുപോലെ തന്നെ പൊടികളിൽ നിന്നും കുറച്ചൊരു കുറവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നോർത്ത് ഡയറക്ഷൻ നോക്കുകയാണ്, സൺ പാത്ത് വിൻഡ് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ നോർത്ത് ഡയറക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈസ്റ്റിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നുണ്ട്, പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട് നമുക്കറിയാം. ഇത് ശരിക്കും നേരെ മേലെ കൂടെയല്ല, പക്ഷേ സൗത്തിലൂടെയാണ് ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും സൂര്യൻ്റെ പാത്ത്, അതായത് സൺ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സൗത്ത് സൈഡിൽ എപ്പോഴും വെയിലുണ്ടാകുന്നൊരു ഏരിയയാണ്. പക്ഷേ മറിച്ച് നോർത്ത് സൈഡ് ആണെങ്കിലോ എപ്പോഴും നല്ല തണലും അതുപോലെ തന്നെ വെളിച്ചം മാത്രം ഉണ്ടാകുന്ന സ്ഥലമാണ്, അവിടെ വെയിലുണ്ടാവാറില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സൈറ്റ് സ്റ്റഡിയിൽ മെയിനായിട്ട് നോക്കാറുള്ളത്. ഇപ്പോൾ സൗത്ത് സൈഡിൽ കുറച്ചധികം മരങ്ങളുണ്ട്, നല്ല ടോൾ ട്രീസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടുന്ന് വെയിലിൻ്റെ അളവ് കുറവാക്കാം. അതായത് ശരിക്കും വെയിൽ ഉണ്ടാവേണ്ട സ്ഥലമാണ്, പക്ഷേ വെയിലിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും തൊട്ടടുത്ത് വലിയ ബിൽഡിംഗ് ഉണ്ട്, അപ്പോൾ ആ ഭാഗത്തൊന്നും കാറ്റ് വരില്ല. കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് അതൊന്നും കുറച്ച് മാറിയിട്ടായിരിക്കും കാറ്റ് വരാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സൈറ്റ് സ്റ്റഡി കൂടെ ചെയ്യുന്നത്. ഈ സൈറ്റ് സ്റ്റഡി എന്ന് പറയുന്ന സാധനം ഞാനൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ രീതിയിൽ ഒരു ചെറിയൊരു ഡയഗ്രാം വെച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് പോവാം. നമ്മളിവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു സൈറ്റാണ് വരയ്ക്കുന്നത്. അപ്പം നമ്മളൊരു റെക്റ്റാങ്കുലർ പ്ലോട്ടാണ്, ഒരു 12-18 അല്ലെങ്കിൽ ഒരു 15-20 എന്നുള്ള രീതിയിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു റെക്റ്റാങ്കുലർ പ്ലോട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് ഞാനിവിടെ വരയ്ക്കാൻ കേട്ടോ. ഒരു റോഡ് ഫേസിങ് ആയിക്കോട്ടെ, ഞാനൊരു 9 മീറ്ററിൻ്റെ വീതിയുള്ളൊരു ഏകദേശം ഒരു 9 മീറ്ററോ അല്ലെങ്കിൽ ഒരു 8 മീറ്റർ വീതിയുള്ളൊരു മെയിൻ റോഡാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് നോർത്ത് ഫേസിങ് ആണ് ഇപ്പം നമ്മളിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ പ്ലോട്ടിൻ്റെ നോർത്ത് വശത്താണ് റോഡുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റോഡിൻ്റെ ഫേസ് ആയിട്ടാണല്ലോ നമുക്കൊരു വീട് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പറയാം നോർത്ത് ഫേസിങ് ആയിട്ടാണ് പ്ലോട്ട് ഉള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു സൺപാത്ത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം സൂര്യൻ കിഴക്കുദിക്കുന്നു, അതായത് ഈസ്റ്റിൽ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏത് വഴിയാണ്, നമുക്ക് സൗത്ത് വഴിയാണ് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത്. അതിൻ്റെ സൂര്യൻ്റെ പാത്ത് എന്ന് പറയുന്നത് സൗത്ത് വഴിയാണ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൗത്ത് സൈഡിൽ നിന്നാണ് നമുക്ക് കാര്യമായിട്ടുള്ള വെയിലും കാര്യങ്ങളൊക്കെ വരാറ്. അപ്പം ഞാനിങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ് വെയിൽ വരുന്ന ഒരു സണ്ണിൻ്റെ വെയിലിൻ്റെ ഡയറക്ഷൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ.
രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏത് സൈഡിൽ കൂടിയാണ് വെയിൽ വരാമെന്നുള്ളത്. ഇനി ഇങ്ങനത്തെ ഒരു സൈറ്റിൽ നമ്മൾ വേറൊരു കാര്യം വിൻഡ് ഡയറക്ഷനാണ്. ഇപ്പോൾ വിൻഡ് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ കാറ്റ് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ അറബിക്കടലിൽ നിന്നാണ് അല്ലേ. അപ്പം നമുക്കൊരു വെസ്റ്റ് സൈഡാണ് മെയിൻ ഉണ്ടാവുക, പക്ഷേ സൗത്ത് സൈഡിൽ നിന്നും കൂടി വരുന്നുണ്ട്. അപ്പം ഒരു സൗത്ത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ടുള്ള കാറ്റുകൾ വരുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഏരിയ, പബ്ലിക് ഏരിയ എന്നുള്ളത് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ റോഡിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് സൈറ്റിൻ്റെ മുൻവശം ഉള്ളത് നമ്മുടെ ഒരു പബ്ലിക് ഏരിയ ആണ്. അതായത് നമുക്കൊരു ഗസ്റ്റോ അല്ലെങ്കിൽ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ ആരെങ്കിലും പാസ് ചെയ്യുകയാണെങ്കിൽ കൂടെ ആ ഒരു ഭാഗമാണ് കാണുക അല്ലേ. അപ്പം നമ്മളതൊരു പ്രൈവറ്റ് ഏരിയ എന്നാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഒരു സോണിംഗ് എന്നൊക്കെ പറയാം. നമുക്ക് സോണിങ് എങ്ങനെ അവിടെ ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു കാർ പാർക്കിങ്, നമുക്ക് ഫ്രണ്ടിൽ ഒരു പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റുന്നൊരു ഏരിയാസാണ് നമ്മുടെ കാർ പാർക്കിങ്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, പിന്നെ ലിവിങ്ങും അല്ലേ. ലിവിങ്ങും നമ്മളിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ലിവിങ്ങിലേക്കാണ് നേരെ ഇരിക്കാൻ പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ലിവിങ്ങും കാണിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു ഡൈനിങ് എന്ന് പറയുന്നത് ഒരു സെമി പബ്ലിക്കാണ്, സെമി പ്രൈവറ്റ് അല്ലെങ്കിൽ സെമി പബ്ലിക് എന്ന് പറയാം. നമുക്കിപ്പോൾ ലിവിങ്ങൊന്നും ഡൈനിങ്ങിലേക്ക് നേരെ ആക്സസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ്ങൊന്നും കിച്ചണിലേക്കും, കിച്ചൺ ടു വർക്ക് ഏരിയയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അതുകൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു ചെറിയൊരു സെഗ്രിഗേഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൈ കഴുകുന്ന ഏരിയ, പൗഡർ റൂം, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ബെഡ്റൂമിലേക്കുള്ള പ്രൈവസി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സൗത്താണ്. അപ്പോൾ സൗത്ത് സൈഡ് നമുക്ക് കുറച്ചധികം മരങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ വെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സൗത്ത് സൈഡിൽ കുറച്ച് ടോൾ ട്രീസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു കാർ പാർക്കിംഗ്, ഒരു 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാർ പാർക്കിംഗ്. പിന്നെ നേരെ കയറി വരാൻ സെൻറ്ററിൽ തന്നെ ഒരു സിറ്റ് ഔട്ട്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ സിറ്റ് ഔട്ടിലേക്ക് കയറേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാർ പാർക്കിങ്ങും സിറ്റ് ഔട്ടിലേക്ക് കയറേണ്ടതുണ്ട്. അടുത്തത് സിറ്റ് ഔട്ടിൽ നിന്നും ലിവിങ് റൂമിലേക്ക്. ലിവിങ് റൂം നമുക്കറിയാം ഒരു കോർണർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ക്രോസ് വെന്റിലേഷനൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഫേസ് ചെയ്യുന്ന ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നോർത്താണ്. നല്ല കാറ്റും വെളിച്ചം വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നോർത്ത് സൈഡിൽ കുറച്ച് വലിയ വിൻഡോസൊക്കെ കൊടുക്കാൻ പറ്റും. അവിടെ വെയിൽ വരത്തില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു 2 വിൻഡോസ് കൊടുക്കുന്നുണ്ട് ലിവിങ് റൂമിലേക്ക്. ലിവിങ് ടു ഡൈനിങ് ആണ് പിന്നെ അടുത്തുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ആക്സസ് ഡൈനിങ് ഏരിയ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സൗത്ത് സൈഡിൽ നമ്മളിപ്പോൾ ലോങ് ട്രീസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഡൈനിങ് ഏരിയൻ്റെ നേരെ ഫേസ് ചെയ്യുന്ന ഒരു കോർട്ട്യാർഡൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങുന്ന കുറച്ച് സ്റ്റെപ്പും കാണിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ടോൾ ട്രീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷെയ്ഡ് ഉണ്ടാവുന്നുണ്ട്. നല്ലൊരു വെയിൽ വരുന്നത് നമുക്ക് ഈ ഒരു മരങ്ങൾ കാരണം നമുക്ക് ആ വെയിലിൻ്റെ ചൂടും അതുപോലെ തന്നെ ആ ഒരു ഡെൻസിറ്റി നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് നല്ല ലോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഫുൾ വിൻഡോസോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനും ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂം നമുക്കറിയാം നമ്മളൊരു സൗത്ത് വെസ്റ്റ് ഭാഗത്തൊക്കെ തന്നെയായിട്ടാണ്, പക്ഷെ ഒരു കോർണറാണ്. നമുക്കൊരു നല്ല എയർ സർക്കുലേഷൻ കൊടുക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ചെറിയൊരു പൗഡർ റൂമും ഡൈനിങ്ങിന് ആക്സസ് ചെയ്യാനുള്ള പൗഡർ റൂമും. അപ്പോൾ ബെഡ്റൂമിൽ ടോയ്ലറ്റാണ്. നമുക്ക് ഡൈനിങ് ഏരിയയും ബെഡ്റൂം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ടോയ്ലറ്റ് എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിച്ച് വേണം പ്ലേസ് ചെയ്യാൻ. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്റിൻ്റെ ദിശ നമുക്ക് ടോയ്ലറ്റ് കയറിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അതായത് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റ് കയറിയിട്ട് നമ്മളെ വീടിൻ്റെ അകത്തേക്ക് സ്മെല്ല് കയറരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ടോയ്ലറ്റ് വിൻഡിൻ്റെ നേരെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ
നമുക്ക് ടോയ്ലറ്റിന് തൊട്ടടുത്ത് നമുക്ക് ആ കോർട്ട്യാർഡാണ്. അപ്പോൾ കോർട്ട്യാർഡും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്മെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പുറത്താണ് കിച്ചണും നമുക്ക് നല്ല ക്രോസ് വെൻറ്റിലേഷൻ കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. ഇപ്പോൾ കിച്ചണും അതുപോലെ തന്നെ വർക്ക് ഏരിയയും നമുക്ക് ആ ഒരു കോർണറിലേക്കായിട്ടാണ് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുക്ക് ചെയ്യുന്ന സ്മെല്ല്, പുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വാസ്തുവിൽ കണ്ടാലും അറിയാം, വാസ്തുവിൽ പറഞ്ഞാലും നമുക്കറിയാം ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് കിച്ചൺ പ്രിഫർ ചെയ്യൽ. അതൊരു കാരണം കേരളത്തിൽ ആ ഭാഗത്തേക്ക് കാറ്റ് ഉള്ളത് കൊണ്ടും കാറ്റിൻ്റെ ക്രോസ് വെൻറ്റിലേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സോണിങ്, ബേസിക് ആയിട്ടുള്ള സോണിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതെങ്ങനെ നമുക്ക് ഒരു പ്ലാൻ രൂപത്തിലാക്കാം എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് വരയ്ക്കുന്നത്. ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്ലാനാണ്, നമുക്കൊരു എക്സാക്ട് ഡയമെൻഷൻ വെച്ചുള്ളൊരു പ്ലാൻ അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബബിൾ ഡയഗ്രാം അല്ലെങ്കിൽ സോണിങ്ങിൽ നിന്ന് എങ്ങനെ പ്ലാൻ ഫോം ചെയ്യാം എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് പ്ലാനാണ്. ഞാൻ ഈ സൈറ്റിൽ സെറ്റ് ബാക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ബേസിക് ആയിട്ട് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് കാണിച്ചു. അതുപോലെ തന്നെ ആവശ്യത്തിന് പ്രൈവസിയും അതുപോലെ തന്നെ വിസ്താരം കിട്ടാനുള്ള രീതിയിലാണ് ഒരു ഡൈനിങ് ഏരിയ ഞാൻ ജസ്റ്റ് പ്ലാനിൽ വരയ്ക്കുന്നുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ബെഡ്റൂമിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൗഡർ റൂമും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊരു ബോക്സ് ആക്കിയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കാണാം ഡൈനിങ് ഏരിയ ആയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ചൊന്നും വിട്ടിട്ടാണ്, അതായത് ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിലേക്ക് നോക്കുന്ന ആ ഒരു ഏരിയയിലല്ല നമുക്ക് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഏരിയ തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് കിച്ചണ്, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുക്കാൻ പറ്റും. കിച്ചണിൽ നല്ലൊരു സ്പോട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ബേസിക് പ്ലാൻ ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഫേർണിച്ചർ ലേഔട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വേറെ നിർദ്ദേശങ്ങളോ, നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ആഗ്രഹിക്കുന്നത്, എന്ത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്തായാലും അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.